ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി.പി. ആണ്. ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചുരുക്കി പറഞ്ഞാൽ 200 രൂപ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാൻ പറ്റിയ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ കമൻസിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ആൾക്കാർ പേഴ്സണലി ചോദിച്ചൊരു ക്വസ്റ്റനാണ്, നമുക്ക് എങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ A to Z ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പോവാണ്. സോ വീഡിയോ ഒന്ന് സ്കിപ്പ് ആക്കരുത്, വേണമെങ്കിൽ ഫാസ്റ്റായി കാണാം, പക്ഷേ സ്കിപ്പാക്കാൻ പാടില്ല. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ദാൻ 200 റുപ്പീസുമാണ്. നമുക്ക് എങ്ങനെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് സെല്ലിംഗ്. ഓക്കെ, സോ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്? വേറെ ആരോ കയ്യിലുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ പ്രോഡക്റ്റാണെന്ന് കാണിക്കുന്നു. കസ്റ്റമർ നമ്മളെടുത്ത് പൈസ തരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൈസ എടുത്തിട്ട് ഒരു പെർസെൻറ്റേജ് എമൗണ്ട് കമ്മീഷൻ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബയർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർക്ക് കൊടുക്കുന്നു. മാനുഫാക്ചർ ഈ സാധനം പാക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമ്മളൊരു മിഡിൽ മാനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ മിഡിൽ മാൻ്റെ കമ്മീഷനാണ് നമുക്ക് ഇതിനകത്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി കിട്ടുന്നത്. കാരണം മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മളാണ്, ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളാണ്, ഈ കസ്റ്റമർ റിവ്യൂ ചെയ്യുന്നത് നമ്മളാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളായിരിക്കും ഇതിൻ്റെ ഒരു 50% സ്റ്റേക്ക് ഹോൾഡർ. അടുത്ത 50% സ്റ്റേക്ക് ഹോൾഡർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുമായിരിക്കും. അപ്പോൾ അവർക്കൊരു മിനിമം അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു MRP അല്ല, അവർക്കൊരു മിനിമം എത്രയാണോ എമൗണ്ട് കിട്ടേണ്ടത്, അതിനുശേഷം നമ്മളായിരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ മനസ്സിലാൻ വേണ്ടി ഞാനൊരു വെബ്സൈറ്റ് കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ടാനർ ഗുഡ് എന്നുള്ളൊരു വെബ്സൈറ്റ്. ഇവിടെ സെല്ല് ചെയ്യുന്നത് ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവർ സെല്ല് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്. അപ്പോൾ ബെൽറ്റ്, വാലറ്റ്സ്, സിറാമിക്സ്. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ മിനിമം പ്രൊഡക്ട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇ-കൊമേഴ്സ് പോലെ ഒരു 1000 പ്രൊഡക്റ്റ് അല്ല, 3, 4 അല്ലെങ്കിൽ 2, 3 പ്രൊഡക്റ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വേറൊരു വെബ്സൈറ്റ് കാണിക്കാം. ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ എന്നുള്ള വെബ്സൈറ്റാണ്. ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആപ്പിളിൻ്റെ ആക്സസറീസാണ്. വയർലെസ് ചാർജേഴ്സ്, എന്താ പറയുക, ചാർജ് ചെയ്യേണ്ട ഹോൾഡർ, എയർ ടാഗ്, അതുപോലുള്ള ഐറ്റംസാണ് ഇവർ ചെയ്യുന്നത്. 2, 3 പ്രൊഡക്റ്റുകൾ മാത്രം നമ്മൾ ഫീച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യം. കാരണം ആ പ്രൊഡക്റ്റുകളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ട് നമ്മളെ ബ്രാൻഡായിട്ട് ഐഡൻറ്റിഫൈ ആയിട്ട് മാറുക. ഓക്കെ, അപ്പം നമ്മൾ പ്രൊഡക്റ്റ് കണ്ടു, ഈ വെബ്സൈറ്റ് കണ്ടു, വളരെ മിനിമലിസ്റ്റിക് ആണ്. ലൈക്ക് ഇവിടെ പ്രൊഡക്റ്റ് അവിടെ ഇ-കൊമേഴ്സ് കുറച്ച് 2-3 ഫോട്ടോസ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രൈസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ ഓൺ ചെയ്യുന്നതല്ല, ഈ പിക്ചർ മാത്രമേ നമ്മൾ ഓൺ ചെയ്യുന്നുള്ളൂ, പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ ഓൺ ചെയ്യുന്നതല്ല. ഇനി എങ്ങനെയാണ് ഇത് യൂസർ ജേണി വരിക? യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോപ്പറിൻ്റെ അല്ലെങ്കിൽ ടാനറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന വഴി നമ്മുടെ ഫോട്ടോസും കൂടെ, അതായത് നമ്മൾ ഈ ടാനറിൻ്റെ ഫോട്ടോസും കൂടെ അവർ കാണാനിടയാവുന്നു. അപ്പോൾ ഇത് വളരെ സോഷ്യൽ സെല്ലിംഗ് ആണ് ബേസിക്കലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവർ യൂസ് ചെയ്ത ബാഗ് കൊള്ളാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയറക്റ്റായിട്ട് ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. അവിടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്ത് ചെയ്യുന്നു, വിസിറ്റ് വെബ്സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വിസിറ്റ് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടത്തേക്ക് എത്തി. ഓക്കെ, വിസിറ്റ് വെബ്സൈറ്റിൽ എന്തുണ്ട്, നമ്മുടെ ടാനറിൻ്റെ ബൈ നൗ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ വാലറ്റിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് $125 ഒരു ബെൽറ്റിൻ്റെ എമൗണ്ട്. ജസ്റ്റ് ബൈ ആൻഡ് ചെക്ക് ഔട്ട്, ദാറ്റ്സ് ഇറ്റ്. അത്ര സിമ്പിളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആർക്കാണ് ഓർഡർ കിട്ടുക? ഈ വെബ്സൈറ്റ് ഓൺ ചെയ്യുന്ന നമ്മളൊക്കെയാണ് ഇതിൻ്റെ ഓർഡർ കിട്ടുക, പൈസയും നമുക്കാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉടനെ നമ്മൾ നമുക്ക് എമൗണ്ട് കിട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാനുഫാക്ചറെ വിളിച്ച് പറയുന്നു. മാനുഫാക്ചർ ഒട്ടും താമസിയാതെ എന്ത് ചെയ്യുന്നു, ഈ സാധനം ആ കസ്റ്റമറിലേക്ക് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. കിട്ടിയോ? അപ്പോൾ ഇതിന് വേണ്ട എലമെൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. വേണ്ട ഒരു വെബ്സൈറ്റ് വേണം, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വേണം, പിന്നെ ഒരു 2-3 നല്ല പ്രൊഡക്റ്റ് വേണം. ഇത് നമുക്ക് കേരളത്തിന് വെളിയിലുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് കേരളത്തിനകത്തുള്ള പ്രൊഡക്റ്റുകളും ഒരുപാട് നല്ല മാനുഫാക്ചറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിനകത്തുള്ള പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ തേൻ, ഹണി എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കേരളത്തിലെ വളരെ ലോവസ്റ്റ് റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഹണി തരാൻ താല്പര്യമുള്ള മാനുഫാക്ചറെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഒരു 5-6 പാക്കേജുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു 5 ഫോട്ടോസ് എടുക്കുക. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റിലേക്ക് ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി ഈ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുക. ഡൺ.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയാസിൽ പ്രൊമോഷൻ നടത്തുക. സോഷ്യൽ മീഡിയാസ് നമുക്ക് ഓർഗാനിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യാം, ഇനോർഗാനിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ പേജുകൾ കാണുന്ന ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് കയറുകയും ഈ ഓൺലൈനായിട്ട് ബൈ ചെയ്യാനുള്ള, നല്ല ക്വാളിറ്റി നല്ല സംഭവങ്ങളാണെങ്കിൽ ഓൺലൈനായിട്ട് ബൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ഫേസ്ബുക്കിലും മറ്റേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഈ സംഭവം ഷെയർ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് 200 രൂപ എന്തിനാണ് 200 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് പേര് വാങ്ങിക്കാൻ 75 രൂപയാണ് ഹോസ്റ്റിംഗറിൽ ചാർജ് ഒരു വർഷത്തേക്ക്. ഓക്കെ, അതേപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സൈറോ എന്നുള്ള ഒരു ഇതുണ്ട്, അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഒരു മാസത്തേക്ക് അവർ ചാർജ് ചെയ്യുന്നത് 125 റുപ്പീസാണ്. അപ്പോൾ ടെക്നിക്കലി പറഞ്ഞാൽ 200 റുപ്പീസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ബിസിനസ് വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാസം 125 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റുകൾ അതുപോലെ പോകും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സൈറോത്തിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര വലിയ ടെക്നിക്കലായിട്ടുള്ള ഒരു അറിവ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. വെറുതെ 4,000-5,000 രൂപ കൊടുത്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടൊക്കെ ബെറ്റർ നമ്മുടെ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവുമോ വയബിൾ ആവുമോ എന്ന് നോക്കുന്ന ഇത്തരത്തിലുള്ള ടെസ്റ്റ് സൈറ്റ്സുകളാണ്. നമുക്ക് ഇതും SSL സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും വരേണ്ട ഒരു കാരണവശാലും വേറെ ഇഷ്യൂസൊന്നും വരാനില്ല. പേയ്മെൻറ്റ് ഗേറ്റ് ഫീ അടക്കം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഒരു മാസത്തേക്ക് 115 രൂപയാണ് കേട്ടോ, 115 രൂപയാണ് വരിക. അപ്പം ഇതാണ് കോൺസെപ്റ്റ്. അപ്പം ഇതിനകത്ത് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് 3 പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക, ലെസ് ദാൻ 3 പ്രൊഡക്റ്റുകൾ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഇമേജസ്. ഇപ്പോൾ ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് ആദ്യം ഇമേജാണ് സെല്ലാവുക, പിന്നെയാണ് പ്രൊഡക്റ്റ്. അപ്പം നല്ല ക്വാളിറ്റി ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പോൾ 2ാം സ്റ്റെപ്പ് നല്ല ക്വാളിറ്റി ഇമേജ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒരു റെഗുലർ ബേസിസ് ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് എവറി വൺ ഡേ വെച്ചിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക, വെബ്സൈറ്റുകൾ ഫ്ലറിഷ് ചെയ്യുക. ഒരു ഓർഡർ കിട്ടിയതിന് ശേഷം അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. കസ്റ്റമർ റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു വിസിബിലിറ്റി കിട്ടും. പെയ്ഡ് ക്യാമ്പയിനിങ് ചെയ്താൽ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഒരു 100 രൂപയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നല്ല ലീഡ്സുകൾ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ലിങ്ക് താഴെ കൊടുക്കാം. ആ ഗൂഗിൾ മീറ്റിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ലൈവ് ക്ലാസ് ഇത്രയും ആൾക്കാർക്കായിട്ട് വെക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട സെറ്റപ്പ്, പിന്നെ പിക്ചർ ആഡ് ചെയ്യേണ്ട സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും ഇൻഡെപ്തായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സെഷനാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യാം. അതുകൂടാതെ നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ലേണിങ്സ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ് GK എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നോവേറ്റീവായിട്ട് പുതിയ കാര്യങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രിപ്ഷനും നോട്ടിഫിക്കേഷനും ഒന്ന് ഓണാക്കി വെക്കുക. സോ ഇനിയും ഇതുപോലുള്ള പുതിയൊരു ഇന്നോവേറ്റീവായിട്ട് ഉള്ള ഒരു ഐഡിയ ആയിട്ട് വരുന്നവരെ നന്ദി.